എന്റെ പൊന്നുമോളെ, എന്റെ ഐഡിയ തന്നെയാണ്. എന്റെ ഐഡിയക്ക് ഇത്ര നഷ്ടം വരുതാമെങ്കിൽ പിന്നിലൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ നഷ്ടം? കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ മനുഷ്യരുടെ മതത്തിൽ വരുന്നത് ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല, നിർത്തുന്നു പറഞ്ഞിട്ടില്ല. സഹിക്കാൻ പറ്റില്ലാണ് ഈ ഊച്ചാലിയായ സലിമാർ ഒരു 2 നില വീട് അസൂയപ്പെടാമെങ്കിൽ ഞാൻ വെച്ച് എന്താണ് പരിങ്ങുമാകുന്ന മനുഷ്യാക്കും ഒരാൾക്ക് വന്നിരിക്കാൻ. അപ്പോൾ ഞാൻ ഏകദേശം മരണത്തിൻ്റെ ഒരു പകർന്നു കൈവരിച്ച ആളെ അപ്പോൾ എൻ്റെ മക്കളെന്ന് പറഞ്ഞു പെട്രോളിൻ്റെ ബിസിനസ് കൂടി. അപ്പോൾ അതിൻ്റെ വില ഞാൻ സിനിമയിൽ നിന്ന് കാശ് കൊണ്ട് ഒരുപാട് പരിപാടികൾ അതിന് ആളുകൾ നന്നായി എന്ന് പറയുന്നത് വീണ്ടും ബാക്കിയൊക്കെ പൊളിഞ്ഞു പറ്റും. ഇപ്പൊ നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോഴേ ഇപ്പൊ സലീം ഇക്ക എന്ന് വിളിക്കുന്നവരുണ്ട്, സലീം ഏട്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ശരിക്കും ഈ പേരിന്റെ പിന്നിലുള്ള കഥ എന്താ? പേരിന്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. അതെ. അപ്പൊ ആ കഥ തുടങ്ങുന്നത് എനിക്കിപ്പോ 53 വയസ്സായപ്പോ 53 കൊല്ലം മുമ്പേക്ക് പോകേണ്ടി വരും. എൻ്റെ പേര്, എനിക്കിട്ട പേര് സലീം എന്നായിരുന്നു. അപ്പോൾ വീട്ടിലിട്ട പേര് സലീം ഇടാനുള്ള കാരണം പിൽക്കാലത്ത് ഞാൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അക്കാലത്തെ ചെറുപ്പക്കാർ ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഒക്കെ വലിയ ഫാനായിരുന്നു. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന് വെച്ചാൽ ജാതി വ്യത്യാസം പറഞ്ഞിട്ട് പന്തിബോധനമൊക്കെ നടത്തിയ ആളാണ്. അത് എല്ലാ ജാതിക്കാരും ഒരുമിച്ചിരുത്തിയിട്ട് സദ്യ നടത്തി അങ്ങനെ വലിയൊരു പ്രകമ്പനം വിപ്ലവം സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിരുന്നു ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ. തൊട്ടടുത്താണ്, ഒരു പുഴക്കക്കരയാണ് ഇതിൻ്റെ പുഴക്കക്കരയാണ് സഹോദരൻ അയ്യപ്പൻ്റെ വീട്. അപ്പോൾ അക്കാലത്തെ ചെറുപ്പക്കാർ ഈ പരിസരങ്ങളിലൊക്കെ മുസ്ലിം പേരുകൾ ഇടുമായിരുന്നു. അത് മക്കളുടെ പേര് കേട്ടാൽ ജാതി മനസ്സിലാവരുത് എന്നുള്ളതിൽ അർത്ഥത്തിലാണ് അത് ഇട്ടത്. അപ്പോൾ നൗഷാദ് എന്നുള്ളത് ജലീൽ എന്നൊക്കെ ഉള്ള സർവ്വസാധാരണമാണ്. സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ എൻ്റെ പേര് സലീം എന്നിട്ടു. സലീം എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞ് സലീം എന്ന് വെച്ചാൽ മുസ്ലിം കുട്ടികളുടെ പോലെ തോന്നുന്നു, അങ്ങനെ ഒരു കുമാറും കൂടി കെടുക്കിടുന്നിട്ട് ടീച്ചറുടെ വകയായിട്ട് ഒരു കുമാർ വെച്ച്. അങ്ങനെയാണ് സലീം കുമാർ വെച്ചത്. ഇത് ഏതാണ് എന്താന്നുള്ള അവസ്ഥ വരുത്തി തീർത്ത് ടീച്ചറും കൂടിയാണ്. അങ്ങനെ ഒരു കണ്ടച്ച പ്രസിദ്ധീകരണം പോലെയാണ് എൻ്റെ പേര് വന്നത്. ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, നല്ല പേര് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അധികം ആളുകൾക്ക് ഇല്ലാത്തൊരു പേരാണല്ലോ. അച്ഛനായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു തോട്ട്സിന്റെ ഒക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആയിരിക്കണമല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. മോള ഇയാളുടെ പേരിട്ട് അച്ഛനും അമ്മയൊക്കെ തന്നെ ഇരിക്കുമല്ലോ. അത് അവരുടെ അവകാശമാണത്. കുട്ടിക്ക് എന്ത് പേരിടണമെന്നല്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ പേരിട്ടപ്പോൾ അവർ ഈ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഇഷ്ടത്തിനിട്ട പേരാണ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് പേരുകൾ അവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഈ പേര് തന്നെ മതി എന്ന് പറഞ്ഞു. അതേപോലെ ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല, അവരിഷ്ടം പോലെ അവർ ചെയ്താണ്. അപ്പം സലികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിനോട് ഒരു സ്നേഹം തോന്നുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് തോന്നുന്നൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പേരിന്റെ അർത്ഥം കൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടൊന്നുമില്ല. വിശ്വാസി അല്ലല്ലോ. പക്ഷെ അല്ല അല്ല ഈശ്വര വിശ്വാസം എന്ന് വെച്ചാൽ അങ്ങനെ അന്ധവിശ്വാസം ഒന്നുമല്ല. ഞാൻ പണ്ട് അമ്പലത്തിലൊക്കെ പോയിരുന്നു, ഇപ്പൊ അതും പോവാറില്ല. ഇല്ല ഇല്ല ഇല്ല, അപ്പൊ പോവാറില്ല. കാരണം കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏത് ഇത്തരം ആരാധനകളൊക്കെ. അതെ, ഇതൊക്കെ ഞാൻ അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോയിരുന്ന ആളാണ്. 18 വർഷം ശബരിമലക്ക് പോയിരുന്ന ആളാണ്. ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് ഒരു 5-8 കൊല്ലത്തോളമായി. അമൃതാനന്ദമയിയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലോ, എന്നാലും അവർ ചെയ്യുന്ന പ്രവർത്തികളോട് എന്താ ആ ഒരു ഇഷ്ടത്തിന് പറയുന്ന റീസൺസ്? അതൊരു ആൾദൈവം എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമല്ല എനിക്ക്. അത് ഒരു സ്നേഹം, ഒരു ആരാധന ഉണ്ട്. അമൃതാനന്ദമയിലുള്ള ഒരു ആരാധന ഉണ്ട് എനിക്ക്. അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്യുന്നുണ്ട് അവര്. കാരണം എത്രയോ പേർക്കാണ്, ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കിടന്നാണ്, എത്രയോ പേർക്കാണ് ഒരു ദിവസം അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്ന. ഈ സുനാമി തകർന്നു പോയിട്ട് സർക്കാർ വെച്ച് കൊടുത്തവർക്ക് കൂടുതൽ വീടുകൾ സാധാരണക്കാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല, ഞാനൊരു ദിവസം എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായില്ല, വെറുതെ പോയതാണ് ഞാൻ അവിടെ. വെറുതെ വന്നപ്പോൾ ഞാൻ ഏകദേശം മരണത്തിൻ്റെ വക്കിലാണ്.
എനിക്ക് അധികകാലം ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പറ്റാണ്ടായി. എനിക്ക് ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ചുമ്മാ പോയതാണ് ഞാൻ. ഇപ്പോൾ പോയപ്പോൾ അതിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു മന്ത്രമൊന്നും ഇല്ലായിരുന്ന മോനെ ഹോസ്പിറ്റലിൽ പോയി അത് ഓപ്പറേഷൻ ചെയ്യണം, ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യത്, വേറൊന്നും ഓർത്ത് ബുദ്ധിമുട്ടണ്ട മോനെ എനിക്ക് വേണം എന്ന് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് എനിക്ക് വേണം എന്ന് പറയാനായിട്ട്. എനിക്ക് എൻ്റെ അമ്മയില്ല, എൻ്റെ അച്ഛനൊക്കെ മരിച്ചുപോയി. ഇവളുടെ വൈഫും 2 കുട്ടികളാണ്. അവർക്ക് വെച്ച് ഈ ലോകത്താക്കും എന്നെ വേണ്ട. ആ സമയത്ത് എന്നെ വേണം എന്ന് പറയാനായിട്ട്, എനിക്ക് വേണം, നീ ധൈര്യമായിട്ട് പോകും, പൈസ ആയിരുന്നു ചിന്തിക്കേ വേണ്ട എന്നൊരാൾ പറയാൻ ആ സമയത്ത് വേണ്ടേ. അത് ഒരു ആരാധനയായിട്ട് മാറി. അത് എന്നിലേക്കുള്ള പിന്നെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവിടെ വരുന്നവരാരും മതം മാറ്റാൻ ശ്രമിക്കുന്നില്ല. അവരവരുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യുക. അവർ ദൈവമാണെന്ന് പറയുന്നില്ല, മാജിക്കുകൾ കാണിക്കുന്നില്ല. പ്രാർത്ഥിക്കട്ടെ, നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം. ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസം കൂടുതൽ ആരാധന സ്നേഹമാണ്. എന്നെ ഒരു തകർന്നു നിൽക്കുന്ന നിമിഷത്തിൽ കൈയൊഴിച്ച ആളെ എനിക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും കാണുന്നില്ല അവർ പറയുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. ആൾ ദൈവം എന്ന് ഓരോരുത്തർ പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ എൻ്റെ അനുഭവമാണ്. എന്നോട് അങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആൾ ദൈവമാണെന്ന്. അപ്പോൾ എന്നോട് ഷുഗർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഷുഗറുണ്ട്. അപ്പം പുലർത്തി എനിക്കുണ്ട്. അതുള്ളൂ. ഞാനും മരുന്ന് കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് അവർ വന്നിട്ട് മാജിക് കാണിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പൊ നരബലി അല്ലെങ്കിൽ ഇപ്പം ആരാധനകളെ സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് നോക്കിക്കാണുന്നത്? ഇപ്പൊ നരബലി നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പണത്തിന് വേണ്ടിയാണ്, എല്ലാ പൈസക്ക് വേണ്ടി. ഓരോ ഇപ്പൊ എല്ലാവരും ഈ നരബലിനെ പോലെ തന്നെ വിശ്വാസങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വിളക്ക് കത്തിക്കുന്നത് പോലും ഇതൊക്കെ വിശ്വാസത്തിന്റെ പുറത്താണ്. വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളൊരു നിലവിളക്ക് ഈ ഫോട്ടോന്റെ മുമ്പിൽ വെച്ച് കത്തിക്കുക, ഒരു ചന്ദനത്തിരി കത്തിക്കുക. ഇതെല്ലാം വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പോൾ ഓരോരോ ആചാരങ്ങളാണ്. അപ്പോൾ ഈ ആളുകൾ ആചാരം മൂത്ത് ഈ ഭക്തി മൂത്ത് എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള മതത്തിന്റെ പേരിലാണ്, ദൈവത്തിന്റെ പേരിലാണ്. ആ ദൈവമൊന്നും ഒരിക്കലും ഇറങ്ങിയൊന്നും പറഞ്ഞിട്ടില്ല, എടാ നിർത്തുന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഒരാളാണെന്ന്. എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കണം. എല്ലാവരും ചോദിച്ചു പറയും ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ഈ പവർ ഒന്ന് പറയണ്ടേ, ഇത് ഞാനാണ് നിങ്ങൾ തല്ലുടി നിർത്താനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിൻ്റെ പേരിൽ തന്നെയാണ്. നരബലി എന്നത് ആദ്യത്തെ സംഭവമല്ലത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടു വന്നിട്ടുള്ളത്. അത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ, സാക്ഷര സമ്പന്ന കേരളത്തിലാണ് നടക്കുന്നത്. ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ശത്രു സംഹാരം, പുഷ്പാഞ്ജലി നടത്തുക, എന്തൊക്കെയാണ്. ഒരിക്കലും ഒരു സലിംകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലല്ലേ? ഇപ്പൊ അല്ല, സലിംകുമാർ എന്നല്ല, മനുഷ്യരായിട്ടും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. ആർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം തുടക്കത്തിൽ നമ്മൾ ചോദിച്ചില്ല ഇപ്പൊ വിശ്വാസിയാണോ എന്നുള്ളത്. അപ്പൊ എന്തിലൊക്കെയാ വിശ്വാസങ്ങൾ ഉള്ളത്? അപ്പൊ ഇപ്പൊ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഇപ്പം ഒരു സിനിമ. ഞാൻ ഇവിടെ വീട്, ഇപ്പൊ ഈ വീടായിരുന്നു ആദ്യത്തെ 2 നില വീട്. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. അപ്പൊ വീട് പണിതപ്പോൾ ആളുകൾ പറഞ്ഞു കുഴപ്പമാണത്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ 2 നില വീട് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ ദേവി എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മോളാ, സാക്ഷാൽ തൃക്കണ്ണൻ പരമശിവന്റെ മകള്. ഈ ഊച്ചാളിയായ സലികുമാർ ഒരു 2 നില വീട് കേട്ടണേ അസൂയപ്പെടാങ്കിൽ ഞാൻ വെച്ച് എന്താണ് അവരെന്താണ് അങ്ങനെ ഒരുത്തൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശുണ്ടെങ്കിൽ 2 നില ഒരാഗ്രഹം, 2 നില വീട് കയറ്റണേന് ഈ 3 ലോകങ്ങളും അടക്കി വാഴുന്ന, അതായത് റിലയൻസ് അംബാനിനേക്കാൾ എത്രയോ ഇരട്ടി ഇതിന്റെ ആസ്തിയുള്ള ആളാണ്
ഈ ലോകം മുഴുവൻ കാഴ്ചകളുള്ള ആ പരമേശ്വരൻ്റെ മകള് എൻ്റെ അടുത്ത് വന്നിട്ട് അസൂയ കുത്തിയിട്ട് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വിശ്വസിച്ചു. കയറില്ല, വീട് കയറില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റേ അങ്ങനെയാണെങ്കിൽ അത്ര ചെറിയ മനസ്സാണ് ഈ ദേവിയുടെയെങ്കിൽ എന്നെ അങ്ങനെ എന്നെ ശരിപ്പെടുത്തി കൊണ്ടോട്ടെ. ഇത് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ മാറാൻ തോന്നി. പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നെ ഞാൻ നാടക ട്രൂപ്പ് കൊടുങ്ങി, അതും 2 ലക്ഷം രൂപ. ഏറ്റവും കൂടുതൽ നാടകം കളിച്ച സമിതിയായിരുന്നു അത്. അവർക്ക് എവിടെ നിന്ന് സമയമൊന്നേ ദൈവങ്ങൾക്ക് സലിംകുമാർ 2 നില വീട് കയറ്റി വിടുക, അല്ല 1 നില വീട് കയറ്റി എന്നൊക്കെ നോക്കാനുള്ള സമയമില്ല അവർക്ക്. അതാണ് അവർക്ക് എന്തോരം കാര്യങ്ങൾ ഇത് ചെയ്യാണ്ട്. മേഘത്തിൻ്റെ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ വർഷിക്കണം, ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പ്രളയം വന്നു 2018. ഈ ഫുൾ ആൾക്കാർ ഇതിൻ്റെ മുകളിൽ 50 പേരുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ശിക്ഷിച്ച അവൻ്റെ വീട്ടിലാണ് എല്ലാവരും. 2018 3 ദിവസം താമസിച്ചൂടെ? ഒരുപാട് പേർക്ക് അഭയമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോ ഉള്ളത്. ആ വീട്ടിൽ തന്നെ ലാഫിംഗ് വില്ല. ഞാൻ സിനിമയിൽ നിന്ന് ചിരിപ്പിച്ചുകൊണ്ടൊക്കെ പൈസയാണത്. അപ്പം അതിൻ്റെ പേരിലാണ്, ആ ചിരിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ലാഫിംഗ് വില്ല എന്ന് പറഞ്ഞ പേരിട്ടത്. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒരു ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യനാണ്, രോഗങ്ങളൊക്കെ വരാം, അത് സർവ്വസാധാരണമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അസുഖം വന്നില്ലേ, അതിനൊന്നുമില്ല. നമുക്ക് മനസ്സമാധാനം വളരെയുള്ള വീടാണ്. അത് മാത്രമല്ല, എനിക്കൊരു സംതൃപ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സിനിമയിൽ നിന്ന് കാശ് കൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിന് ആളുകൾ നന്നായി എന്ന് പറയുന്നത് ഈ വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പൗൾട്രി ഫാം ബിസിനസ് ചെയ്തു. പൗൾട്രി ഫാം, അതായത് വേലന്താവുന്ന സ്ഥലത്താണ് ഫാം. അവിടെ ആയിരക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തിച്ചേർക്കുന്ന ഫാമാണ്. എഗ്ഗ് വിരിച്ച് ഇറച്ചി അതിനെ വളർത്തി ഇതൊക്കെ കൊടുക്കാന്നുള്ള സംഭവത്തിൽ അവിടെ തുടങ്ങി. തൊഴിലാളികളൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഹാച്ചിങ് എഗ്ഗിന് 9 രൂപയാണ് വില. അതേപോലെ അറ്റ് എ ടൈമിൽ 27,000 വെച്ചിട്ട് കയറും ഒരു ഇതിൽ. ഒരാഴ്ച നമുക്ക് 27 റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 27,000 കുഞ്ഞുങ്ങളെ ഇറക്കാം. അത്രയും കുഞ്ഞുങ്ങളെ ഇറക്കാം ഒരാഴ്ചയിൽ. അങ്ങനത്തെ ഫാം, അത്രയും കപ്പാസിറ്റി ഉള്ള ഫാമായിരുന്നു. അത് ഞാൻ വച്ച് 9 രൂപയുടെ മുട്ടകൾ വാങ്ങിച്ചു വെച്ച്, അത് 18 ദിവസത്തോളം കഴിയുമ്പോൾ വിരിഞ്ഞ് കുഞ്ഞിറങ്ങണം. അന്ന് പക്ഷിപ്പനി. ഇന്ത്യ മുട്ടക്ക് പക്ഷിപ്പനി. 9 രൂപക്ക് വാങ്ങിച്ച കുഞ്ഞിന് 50 പൈസക്കൂലും എടുക്കാൻ ആരുമില്ല. അങ്ങനെ വൻ ലാഭം വരുന്ന ആ ബിസിനസ്. അങ്ങനെ എടുക്കണ ഓരോ പരിപാടികൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ എല്ലാം തകർന്നുള്ളതാണ്. അപ്പോഴാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത്, അച്ഛൻ പെട്രോളിൻ്റെ ബിസിനസ് തുടങ്ങി, അപ്പോൾ അതിൻ്റെ വില ഇടിയും. കാരണം അതുവരെ അവസ്ഥ എത്തിയായി. അപ്പം നന്നായി എന്ന് ആളുകൾ പറഞ്ഞത് ഈ വീട് മാത്രമേ ഉള്ളൂ.